ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. ഹണി റോസിനെതിരായ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിന് തിരിച്ചടി. അറസ്റ്റ് തടയണമെന്ന രാഹുൽ ഈശ്വറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ നിലപാട് തേടി. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അജിംഷാദ്, അത് സാങ്കേതിക കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്. രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് ഇങ്ങനെ പരാതി നൽകിയിരുന്നെങ്കിലും രാഹുൽ ഈശ്വറിനെതിരെ ഇതുവരെ കേസ് എടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം പോലീസ് തേടിയിരിക്കുകയാണ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുലിന് ഈശ്വറിനെതിരെ കേസെടുക്കുക. ഈ സാഹചര്യത്തിൽ കേസെടുക്കാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് തടയണം എന്ന ആവശ്യത്തിന് പ്രസക്തി ഇല്ലാതുകൊണ്ട് ആ ആവശ്യം അംഗീകരിക്കുന്നില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം. കേസെടുത്തതിന് ശേഷം പോലീസിന്റെ തുടർ നടപടിയിലേക്ക് പോകാം. അതാണ് നിലവിലുള്ള സാഹചര്യം. ഒപ്പം പോലീസിനോട് ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നീടായിരിക്കും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നിലപാട് പറയുക. ആ ഘട്ടത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ സ്വീകരിക്കുന്ന തുടർ നടപടികളെ കുറിച്ച് പോലീസ് വിശദമാക്കും എന്നാണ് കരുതുന്നത്. ഈ മാസം 27-ലേക്കാണ് ഇനി രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി വാദം കേൾക്കാനായി കോടതി മാറ്റിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ സംഘടിത ആക്രമണം നടത്തുന്നു എന്നാണ് ഹണി റോസ് നൽകിയ പരാതിയിൽ പറയുന്നത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജിക്കാരന്റെ വാദം എന്ന് പറയുന്നത് ചാനലുകളിൽ വിളിച്ചപ്പോൾ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത്. വിമർശിച്ചു എന്നല്ലാതെ നുണയോ അപവാദമോ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഏതായാലും ജാമ്യാപേക്ഷയിൽ കോടതി പോലീസിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. അറസ്റ്റ് തടയണം എന്ന ആവശ്യം അംഗീകരിച്ചിട്ടുമില്ല. ശരി ഉമേഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.